ഈ അറബിക്കടലിലെ ആശങ്ക ഒരു തരത്തിലും മാറുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ തീരദേശത്തടക്കം ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട ആശങ്ക നിൽക്കുന്നു. അത് പലതരത്തിൽ തിരുവനന്തപുരം മേഖലയിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്കെയിൻ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തിനടുത്തതാ. എനിക്ക് പിന്നിൽ നമുക്ക് വിഴിഞ്ഞം തുറമുഖം കാണാം. തൊട്ടപ്പുറത്ത് വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിനായി നമ്മൾ ആദ്യമേ നിർമ്മിച്ച വിഴിഞ്ഞത്തിന്റെ ഹാർബർ ഉണ്ട്. അവിടേക്ക് നമ്മളുടെ കടലിൽ നിന്ന് മുങ്ങിയ നമ്മുടെ കൊച്ചിയിൽ മുങ്ങിയ തോട്ടപ്പള്ളിയിൽ നിന്ന് 14.8 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ MSC എൽസ 3യുടെ അവശിഷ്ടങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരു യെല്ലോ കളർ, ഒരു മഞ്ഞ നിറത്തിലൊരു കണ്ടെയ്നർ കാണാം. ആ കണ്ടെയ്നർ തുറന്നതാണോ അല്ലയോ എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമല്ല. അല്പസമയം മുൻപാണ്, ഇന്ന് രാവിലെയോടുകൂടിയാണ് വിഴിഞ്ഞത്തെ ഈ പ്രദേശവാസികളുടെ ശ്രദ്ധയിലേക്ക്, മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിലേക്ക് ഇത് പെട്ടത്. ഇപ്പോൾ നമ്മുടെ ഈ പുലിമുട്ടൊക്കെ നിർമ്മിച്ച് ഹാർബറിലേക്ക് വള്ളം കയറുന്ന ഭാഗത്താണ് ഈ കണ്ടെയ്നർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ അപകടകരമായ ഒരു കാര്യം. കാരണം കപ്പലൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. തൊട്ടപ്പുറത്തേക്ക് നമുക്ക് ഇത് വരുന്ന ഈ ഭാഗത്തേക്ക് നമ്മളുടെ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് പോകുന്ന കപ്പൽ പാതയാണ്, കപ്പൽ ചാലാണ്, അതായത് അന്താരാഷ്ട്ര കപ്പൽ ചാലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത് വലിയ കപ്പലുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. കാരണം അതിന്റെ പ്രൊപ്പലറൊക്കെ തകർന്നു പോകാനുള്ള സാധ്യത, അത് നമ്മൾ മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ അത്തരം അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്ക അത് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചും ഇവിടേക്ക് എത്തുന്ന ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ടുണ്ട്. ഏതായാലും മത്സ്യത്തൊഴിലാളികൾക്കും വലിയ ആശങ്ക ഈ വിഷയത്തിലുണ്ട്. കാരണം ഇത്തരം കണ്ടെയ്നറുകൾ തട്ടി വള്ളം മറിയാനുള്ള അപകടമുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് തീരത്തേക്ക് അടുത്തു,